ഹായ് ഫ്രണ്ട്സ്, ഏത് ട്രേഡറും കാണേണ്ട വീഡിയോ എന്നുള്ളതിലെ അടുത്ത വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ 8-ാം തീയതി നമ്മൾ ഡെറിവേറ്റീവായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻട്രാഡേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ബേസിക്കലി എങ്ങനെയാണ് നമ്മൾ ക്രെഡിറ്റേഷൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് റിവേഴ്സൽ ട്രേഡ് മനസ്സിലാക്കുന്നത്, കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ചില വോളിയം കൺസെപ്റ്റ്സുകൾ എങ്ങനെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള നമ്മൾ സെഷൻ പ്ലാൻ ചെയ്യുന്നു. സോ റെസ്പോൺസ് സ്പീക്ക് ആയതുകൊണ്ട് അത് ദാറ്റ് ഗെറ്റ്സ് ക്യാൻസൽ. മാർക്കറ്റ് വലിയ പ്രതീക്ഷയിലാണ്. നമ്മുടെ Q3 റിസൾട്ടിലേക്ക് മാർക്കറ്റ് കിടക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഏതാനും സെക്ടറുകൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി എക്സ്പോർട്സിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് എബിറ്റ കൂടാനുള്ള സാധ്യതയുണ്ട്. എക്സ്ചേഞ്ച് റേറ്റിൽ, പ്രത്യേകിച്ച് ഡോളർ റുപ്പി പാരിറ്റി റേറ്റിൽ ഈ കമ്പനികൾക്ക് എബിറ്റ കൂടാനുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇൻഫ്രയിലേക്ക് ഏറ്റവും കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുന്ന ഒരു സീസണിലാണ് നമ്മൾ ഇരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഫാർമ കമ്പനീസൊക്കെ US ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നൊക്കെയാണ് ഇൻഫർമേഷൻ സോഫാർ വന്നിരിക്കുന്നത്. കറക്റ്റ് ആണെന്നുള്ള കാര്യം റിസൾട്ട് വരുമ്പോഴേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനത്തെ ഫാർമ കമ്പനീസ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫാർമ കമ്പനീസിന് മോളിക്യൂൾ സപ്ലൈ ചെയ്യുന്ന API സബ്സ്റ്റൻസ് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ, അതുപോലെ തന്നെ ഫാമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പാക്കേജിങ് കമ്പനികൾ, ഇതൊക്കെ റിസൾട്ട് വരാൻ കിടക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വലിയൊരു പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഏതെല്ലാം കമ്പനികൾ പെർഫോം ചെയ്യും, എല്ലാ കമ്പനികളും മോശമായെന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ വന്നൊരു കമ്പനിയുണ്ട്, IPO കഴിഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ലിസ്റ്റിൽ തന്നെ 80% ഹൈയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി പ്രിസിഷൻ എഞ്ചിനീയർ വർക്ക് ചെയ്ത കമ്പനിയാണ്. 96% എക്സ്പോർട്സ് ഫോക്കസ് കമ്പനിയാണ്. എക്സ്പോർട്സ് അങ്ങോട്ടാണുള്ളത്, ജർമ്മനി, US കണക്കുള്ള കൺട്രീസിലേക്ക്. ശരിക്കും ഈ കമ്പനി റിസൾട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും വ്യക്തിപരമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമുക്കറിയില്ല, മുൻകൂട്ടി നിശ്ചയമൊന്നുമില്ല. റിസൾട്ട് നല്ലതാകാം, മോശമാകാം. ഈ കമ്പനി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ കമ്പനിയെ കുറിച്ച് തീർച്ചയായും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും വിത്തിൻ നെക്സ്റ്റ് 3 days. അതുപോലെ തന്നെ ക്രിട്ടിക്കലായിട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഈ റിസൾട്ട് സീസണിൽ ഞാൻ 2-3 വെബിനാർസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വെബിനാർ എന്ന് വെച്ചാൽ ബേസിക്കലി നല്ല ഫണ്ട റിസൾട്ട് വന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ. എന്ന് വെച്ചാൽ ഈ റിസൾട്ടിൽ നല്ല ഫണ്ട ഇംപ്രൂവ്മെന്റ് വന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡിസ്കഷൻ. നിങ്ങളത് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാനേ പാടില്ല. നമ്മൾ എന്ത് ഫാക്ടറാണ് ഫണ്ട് ഇംപ്രൂവ് വന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ സ്റ്റുഡൻസ് ഉള്ള ഒരു വെബിനാറായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താങ്കൾക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാം. താങ്കൾക്ക് prosip23@gmail.com താങ്കൾ മെയിൽ അയച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. സോ ഇത് ഒരു കാരണവശാലും എടുത്തു പറയുന്നു, റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാനേ പാടില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. നമ്മൾ വി ആർ ലിമിറ്റഡ് ടു എന്ത് ബേസിൽ ഫണ്ട് ഇംപ്രൂവ് വന്നു എന്നുള്ള ആ ഒരു പോയിന്റിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വെബിനാറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ സ്റ്റോക്കിനെ പിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അത് P&L അക്കൗണ്ടിൽ പോയിട്ട് കണ്ടിന്യൂസ് സെയിൽസിലുള്ള ഗ്രോത്ത്, കണ്ടിന്യൂസ് നെറ്റ് പ്രോഫിറ്റിലെ ഗ്രോത്ത് തീർച്ചയായും നിങ്ങൾ അനലൈസ് ചെയ്യണം ഈ സ്റ്റോക്കിനെ പിക്ക് ചെയ്യുന്നതിന് മുമ്പ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പറയുന്നത് സ്റ്റോക്ക് സെലക്ഷനിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഏതാനും കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ സ്ക്രീനറിൽ പോയിട്ട് www.screener.in പോയിട്ട് P&L അക്കൗണ്ട് എടുക്കുക. P&L അക്കൗണ്ട് നിങ്ങൾ ലാസ്റ്റ് 3 years ചെക്ക് ചെയ്യുക. 2002 പോലുള്ള സെയിൽസ് ചെക്ക് ചെയ്യുക ആൻഡ് ട്രെയിലിംഗ് 12 months ചെക്ക് ചെയ്യുക. ഈ കമ്പനിയുടെ സെയിൽസ് 1127 നിന്നും 1385 അവിടുന്ന് 1616 1739 ആ സമയത്ത് നെറ്റ് പ്രോഫിറ്റ് 133 കോടിയിൽ നിന്നും 200 കോടിയായി, 307 കോടിയായി, 343 കോടിയായി. ഈ 133 കോടിയിൽ നിന്ന് 200 കോടിയായ സമയത്ത് ഈ സ്റ്റോക്ക് 133 to 200 ആയി, അവിടുന്ന് 307 ആയ ഈ സമയത്ത് ഈ സ്റ്റോക്ക് 4 ഇരട്ടിയാണ് റിട്ടേൺ കൊടുത്തത്. ഇറ്റ് ഹാസ് ഗിവൺ മോർ ദാൻ 4x റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് കൊടുത്തത്. നമ്മൾ അടുത്ത കമ്പനി നോക്കാം. ഈ കമ്പനി നോക്കൂ. ലാസ്റ്റ് 3 yearsലെ 368, 402, 516 ആൻഡ് 610 സെയിൽസ് ഗ്രോത്ത് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 32 കോടിയിൽ നിന്ന് 52 കോടിയിൽ നിന്ന് 67 കോടിയിൽ നിന്ന് 78 കോടി. ഈ സ്റ്റോക്ക് കൊടുത്ത റിട്ടേൺ 2x ആണ് ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 1 year. അടുത്ത സ്റ്റോക്ക് നിങ്ങൾ നോക്കൂ. ടോപ്പ് ലൈൻ നോക്കൂ. 180, 280, 397, 461 ആൻഡ് നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട് 14 കോടി, 43 കോടി, 92 കോടി, 108 കോടി. ഏകദേശം 1650 നിന്നും ഈ കമ്പനിയുടെ സ്റ്റോക്ക് ക്ലോസ് ടു 9000 ആണ് ഹിറ്റ് ചെയ്ത് ഓവർ എ പീരീഡ് ഓഫ് 1 year. ഹ്യൂജ് ഗ്രോത്ത് നോക്കൂ. സെയിൽസിലെ ഹ്യൂജ് ഗ്രോത്ത് നോക്ക്, അതുപോലെ തന്നെ പ്രോഫിറ്റിലെ ഹ്യൂജ് ഗ്രോത്ത് നോക്കാം. അതേസമയം ഈ കമ്പനി നിങ്ങൾ നോക്ക്. 191,754 സെയിൽസ്, അത് 225 ആയി, 240 ആയി, 248 ആയി. നമ്മൾ നേരത്തെ കമ്പനികളുടെ ഗ്രോത്ത് ആയിട്ട് നോക്കുമ്പോൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് മേ ബി സ്ലൈറ്റ് ഗ്രോത്തേ ഉള്ളൂ, ഒരു പരിധിവരെ സ്റ്റാഗ്നൻ്റ് ആണെന്ന് പറയാം. അത് തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് സംഭവിച്ചത്. 38 കോടിയിൽ നിന്ന് 42 കോടിയിൽ നിന്ന് 46 കോടിയിൽ നിന്ന് 47 കോടി. സംതിങ് അറൗണ്ട് ചെറിയ പ്ലസ് എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുള്ള 2x 3x ഗ്രോത്ത് ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഈ കമ്പനിയുടെ സ്റ്റോക്കും ആ രീതിയിൽ ഗ്രോത്ത് കൊടുത്തില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം.
അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റോക്ക് സെലക്ഷനിൽ ശ്രദ്ധിക്കുന്ന പല ഫാക്ടേഴ്സിൽ ഒരു കാര്യം കഴിഞ്ഞ 3 ഇയേഴ്സിലെ സെയിൽസ് മൾട്ടിപ്ലിക്കേഷൻ എന്തുമാത്രം വന്നിട്ടുണ്ട്, സെയിൽസ് ഗ്രോത്ത് എന്തുമാത്രം വന്നിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്തുമാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം ഗ്രോത്ത് വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ കഴിവതും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാമെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് കമ്പനി നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോയാലും ആ കമ്പനിയുടെ കണ്ടിന്യൂസ് സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് വേണം, കണ്ടിന്യൂസ് നെറ്റ് പ്രോഫിറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് വേണം. എങ്കിൽ മാത്രമേ ഈ കമ്പനിക്ക് ത്രൈവ് ചെയ്ത് പോകാൻ സാധിക്കത്തുള്ള കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ പാട്ടും കൂടെ നിങ്ങൾ നോക്കണം. ദർ ആർ സോ മെനി പാർട്സ് ഉണ്ട് സ്റ്റോക്ക് സെലക്ഷനിൽ. അതിൻ്റെ ഒരു പാട്ട് മാത്രമാണ് ഞാൻ താങ്കളോട് ഷെയർ ചെയ്തത്. മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുപിട്ടാം. സൈനിങ് ഔട്ട്.